മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം എന്താണെന്നറിയാവോ? മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുക, കർത്താവിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ നിന്ന് കർത്താവിൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചോടുക. അങ്ങനെ ഒളിച്ചോടുന്നവരാണ് മനുഷ്യ മക്കളിൽ ഒരു വളരെ വലിയ ആളുകൾ. ഇപ്പം നിങ്ങളെ തന്നെ ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അത് മറഞ്ഞിരിക്കാനാണോ ആഗ്രഹിക്കുന്നത്? ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ ചില ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകരുടെ അടുത്തേക്ക് വരുമ്പം ചില ശുശ്രൂഷകർ എന്ത് ചെയ്യും, അച്ഛനെ കാണുമ്പോൾ പെട്ടെന്ന് മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കും. സൈഡുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞ് പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചില ശുശ്രൂഷകർ അവർ സന്തോഷത്തോടെ അവിടെ തന്നെ നിൽക്കും, മറഞ്ഞിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. യോനായുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ അവിടെ എന്താണ് കാണുന്നത്? യോനായുടെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യോ, എന്നാൽ യോന താർശിഷിലേക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി. അവൻ ജോപ്പായിലെത്തി അവിടെ താർശിഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് അതിൽ കയറി. അങ്ങനെ താർശിഷിൽ ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാം എന്ന് അവൻ കരുതി. 2 കാര്യങ്ങൾ. ഒന്ന്, ആദ്യത്തെ ഭാഗം കണ്ടോ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി. ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. യോന കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി. ഇനി താഴ്ത്തു നോക്കിക്കേ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാമെന്ന് അവൻ വിചാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട, ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു പ്രത്യേകതയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യോന കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക്, ചെറുപ്പത്തിലെ ഒരു നല്ല പങ്ക്, യൗവനകാലത്തിലെ നല്ല പങ്ക്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നല്ല കുറേ സമയം അതിനുവേണ്ടി അവൻ വെറുതെ അവൻ കഷ്ടപ്പെട്ടു. അവിടെ അങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവൻ സന്ധ്യാപ്രാർത്ഥന കുറയ്ക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ എപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ മുതൽ എന്ത് സംഭവിക്കും? അപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് നമുക്കെതിരെ ശക്തമായി വീശിയടിക്കാൻ ആരംഭിക്കും. നമ്മുടെ ജീവിതത്തിന് എതിരായിട്ടുള്ള ശക്തികളെല്ലാം പ്രബലപ്പെടാൻ തുടങ്ങും, ശത്രുക്കളെല്ലാം തലപൊക്കാൻ തുടങ്ങും, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാ ഭാഗത്തും നമ്മുടെ ജീവിതത്തെ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ഞെരുക്കാൻ തുടങ്ങും. യോനായുടെ ജീവിതത്തിൽ നമ്മൾ തുടർന്ന് കാണുന്നത് എങ്ങനെയാണ്? യോനായുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം, യോനായുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം എന്ത് ചെയ്തു? യോന പോകുന്നിടത്തിൽ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടേയിരുന്നു. ആ ഭാഗം അണ്ടർലൈൻ ചെയ്തേ, കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇവൻ പോകുന്ന വഴിയിലെല്ലാം എന്തായി? ഇവൻ എതിരെ കാര്യങ്ങൾ തലപൊക്കാൻ തുടങ്ങി. നമ്മുടെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ നമ്മൾ തൊടുന്ന കാര്യങ്ങളെല്ലാം ഗുണം പിടിക്കാതെ പോകുന്നതിനും നമുക്കെതിരെ ഒരുപാട് തരത്തിലുള്ള കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശാനും കാരണം നാം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം കർത്താവിനെ പരിത്യജിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം കർത്താവിനെ പരിത്യജിച്ച അന്ന് തൊട്ടാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ തുടങ്ങിയത്? ഇതുപോലുള്ള കൊടുങ്കാറ്റുകൾ നമ്മളെ വലയം ചെയ്യാൻ തുടങ്ങിയത്. കടൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടേയിരുന്നു എന്ന് പറയണത്. ആ കടലിൽ പ്രക്ഷുബ്ധമായ കടലിൽ കൂടെ കപ്പൽ കൊണ്ടുപോകാൻ കപ്പിത്താനും കപ്പൽ ജോലിക്കാരും എല്ലാവരും പരമാവധി നോക്കുന്നുണ്ട്. വീട്ടുകാർ നോക്കുന്നു, ബന്ധുക്കൾ നോക്കുന്നു, മാതാപിതാക്കൾ നോക്കുന്നു, മക്കൾ നോക്കുന്നു, ജീവിതപങ്കാളി നോക്കുന്നു, അയൽക്കാർ നോക്കുന്നു, പഞ്ചായത്തുകാർ നോക്കുന്നു. പക്ഷേ കടൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടേയിരിക്കുന്നു. ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ആർക്കും ഒന്നും സ്വസ്ഥമാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്ത് ശരിയാക്കി വരുമ്പോൾ അടുത്ത സ്ഥലത്ത് പൊട്ടും. അങ്ങനെ ആർക്കും സ്വസ്ഥമാക്കാൻ പറ്റാത്ത പോലെ പ്രക്ഷുബ്ധമായ കടലിൽ അകപ്പെട്ടിരിക്കുന്ന തോണി പോലെയായി നമ്മുടെ ജീവിതം മാറുകയാണ്. യോനായുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്. എന്താ അതിൻ്റെ കാരണം? കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാമെന്ന് അവൻ തന്നെ പറഞ്ഞ് അവർ അറിഞ്ഞു. വായിച്ചു ലാസ്റ്റ് ഭാഗം യോനാനെ കുറിച്ച് പറയുകയാണ്. യോനായെക്കുറിച്ച് ആ ബൈബിളിൽ എഴുതിയിരിക്കുന്നതെല്ലാം എഴുതുന്ന ഒറ്റ വാക്യാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ പോയി, ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാണ് ഓടി ഒളിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ വെച്ച വാഴ എല്ലാം കൂടെ കാറ്റടിച്ച് ഒടിഞ്ഞു പോയി,
നേന്ത്രവാഴ 2 ലക്ഷം നേന്ത്രവാഴ വെച്ചു, അല്ലെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് നേന്ത്രവാഴ വെച്ചു, ഒരൊറ്റ കാറ്റിലെല്ലാം ഒടിഞ്ഞു പോയി. ഇന്ന് അന്ന് ഒടിഞ്ഞ് പ്രാർത്ഥനയില്ല, ഓടി വിളിക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ബിസിനസ് പൊളിഞ്ഞ് പാളീസായി. അതുപോലെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് പരീക്ഷ എഴുതി, പരീക്ഷയ്ക്ക് തോറ്റു. ഒരുപാട് പ്രാർത്ഥിച്ച് പോയ പരീക്ഷ എഴുതി, പരീക്ഷയ്ക്ക് തോറ്റു. അന്ന് തൊട്ട് പ്രാർത്ഥനയും നിർത്തി. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ യോന ചെയ്തല്ലോ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും യോനയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം, അവൻ അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ മറഞ്ഞില്ല. അവൻ കുറച്ചും കൂടെ ദൂരത്തേക്ക് പോകാൻ ശ്രമിക്കും തോറും എന്താ സംഭവിക്കുന്നത്? കടൽ അവർക്കെതിരെ പൂർവാധികം ക്ഷോഭിക്കാൻ തുടങ്ങി. കടൽ അവർക്കെതിരെ എന്ത് സംഭവിച്ചു? പൂർവാധികം ക്ഷോഭിക്കാൻ തുടങ്ങി. ഇന്ന് ശരിയാക്കി കൊണ്ടുവരാമെന്ന് വിചാരിക്കുമ്പം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുടെ വലിയ തിരമാലകൾ നമുക്കെതിരെ ആഞ്ഞു വീശാൻ തുടങ്ങും. കടൽ അവർക്കെതിരെ പൂർവാധികം ക്ഷോഭിക്കാൻ വേണ്ടി തുടങ്ങി. യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ 3 തൊട്ട് 7 വരെ വാക്യങ്ങൾ. അങ്ങനെ യോനായെ ആ കപ്പിത്താനും കൂട്ടരെല്ലാം കൂടെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കടലിൽ അവൻ ഒരു തിമിംഗലത്തിൻ്റെ ഉള്ളിൽ ചെന്ന് അകപ്പെട്ടു. അങ്ങനെ തിമിംഗലത്തിൻ്റെ അടുത്തിരുന്ന് ജീവിതത്തിൻ്റെ ഒരു നല്ല കാലമൊക്കെ കഴിഞ്ഞപ്പം അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത, എൻ്റെ ഈ ജീവിതം എങ്ങനെയാകാൻ കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയതാണ്, എനിക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരണം. ഒരു നല്ല ചിന്ത, ദൈവത്തിനെ തേടാൻ വേണ്ടി ഒരു ആഗ്രഹം കൊടുത്തു. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു വലിയ പരാജയത്തിൻ്റെ കയ്പുനീരിൻ്റെ സമയത്ത്, ജീവിതത്തിൻ്റെ ഒരു വലിയ പരാജയത്തിൻ്റെ നടുവിൽ നിന്ന് അവന് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിക്കുകയാണെങ്കിൽ, ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചത് അവന് ബോധ്യപ്പെടുകയാണ്. ദൈവം നേരത്തെ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് അവന് ബോധ്യപ്പെടുന്നത്. യോനയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 3 തൊട്ട് 7 വരെ വാക്യങ്ങൾ. യോനയുടെ പുസ്തകം 2-ാം അധ്യായം 3 തൊട്ട് 7 വരെ വാക്യങ്ങൾ. അപ്പോൾ യോന അവിടെ കടന്ന് സമുദ്രത്തിൻ്റെ അടിയിൽ കടന്ന് തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കടന്ന് പ്രാർത്ഥിക്കും. ഇനി അവന് ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായപ്പോൾ യോന തിമിംഗലത്തിൻ്റെ ആ സമുദ്രത്തിൻ്റെ അടിയിൽ തട്ടി കടന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, 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 അവിടുന്ന് എന്നെ ആഴത്തിലേക്ക് സമുദ്ര മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി. ഞാൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു, ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു, പായൽ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. അതിൻ്റെ ഓടാമ്പലുകൾ എന്നേക്കുമായി എന്നെ അടച്ചു പൂട്ടി. ഇതാണ് യോനയുടെ വേദന. അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചു പൂട്ടി. ഇനി എനിക്കൊരു ജീവിതമില്ല, എന്നേക്കുമായി തകർന്നു എന്ന് ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം യോന നിലവിളിക്കുകയാണ്, എങ്കിലും എൻ്റെ ദൈവമേ, അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് എടുക്കണം. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. അപ്പോഴാണ് ഞാൻ എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ തേടി. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഞാൻ ഉയർത്തി. എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഞാൻ ഉയർത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഇതുപോലെയുള്ളൊരു ഘട്ടത്തിൽ ദൈവം നമുക്ക് തരുന്ന വലിയൊരു ബ്ലെസ്സിങ് ആണത്. നമുക്ക് നല്ല കാലത്തൊന്നും നമ്മൾ പറഞ്ഞാൽ കേൾക്കുകയല്ല. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ എല്ലാം തകർന്നു. ഓടാമ്പലുകൾ, സമുദ്രത്തിൻ്റെ ഓടാമ്പൽ എന്നേക്കുമായി എന്നെ അടച്ചു പൂട്ടി. ഇനി എനിക്ക് ഒരു ജീവിതം ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ആദ്യം മുതൽ നിക്ഷേപിച്ചിട്ടുള്ളത് ആ ഒരു വലിയ ഗ്രേസ്, ഒരു കൃപ, അത് തെളിഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. എന്താണത്? ദൈവത്തെ തേടാനുള്ള കൃപ, ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയുള്ളൊരു കൃപ.